Hello, everybody. Hope you all are keeping safe and healthy. Welcome to English Speaking Course. നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം കാണേണ്ടതാണെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്ത പോലെ ഞാൻ ഇന്ന് കുറച്ച് ഡെയിലി യൂസ് ഇംഗ്ലീഷ് സെൻറ്റൻസസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഫസ്റ്റ് ഞാൻ അതിൻ്റെ മലയാളം പറയും ആൻഡ് വിൽ ഗീവ് യു ഫ്യൂ സെക്കൻഡ്സ് 1 or 2 seconds ടു തിങ്ക് സോ ദാറ്റ് നിങ്ങൾക്ക് സ്വയമായിട്ട് മലയാളത്തിൻ്റെ ഇംഗ്ലീഷ് കണ്ടുപിടിക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ അതിൻ്റെ ഇംഗ്ലീഷ് പറയും ആൻഡ് ഐ എം ഗോയിങ് ടു റിപ്പീറ്റ് ദ സെൻറ്റൻസസ് ട്വൈസ്. First you listen to me and second time നിങ്ങൾ എൻ്റെ കൂടെ വേണം റിപ്പീറ്റ് ചെയ്യാൻ. Do repeat the sentences along with me. So let's get started. All the best. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. I don't think so. I don't think so. നിനക്ക് എങ്ങനെ മനസ്സിലായി? How do you know? How do you know? നിനക്ക് ഭ്രാന്താണോ? Are you crazy? Are you crazy? നല്ല ചൂടാണ്. It is very hot. അല്ലെങ്കിൽ നിങ്ങൾക്ക് കോൺട്രാക്ട് ചെയ്തിട്ട് പറയാം It's very hot. ഇവിടെ ആരുമില്ല. Nobody is here. Nobody is here. അത് സാധ്യമാണ്. It is possible. It is possible. ഇനി അത് സാധ്യമാണോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസിനെ ഇപ്പുറത്തോട്ട് തിരിച്ചിട്ടാൽ മതി. Is it possible? അത് സാധ്യമാണോ? എന്താണ് നിനക്ക് വേണ്ടത്? What do you want? What do you want? എനിക്ക് ഒന്നും വേണ്ട. I don't want anything. I don't want anything. നിനക്ക് എന്ത് തോന്നുന്നു? What do you think? What do you think? എനിക്ക് അങ്ങനെ തോന്നുന്നു. I think so. I think so. എന്തു വില കൊടുത്തും നമ്മൾ പറയാറില്ലേ മലയാളത്തിൽ എന്ത് വില കൊടുത്തും ഞാനത് ചെയ്തിരിക്കും. At any cost. At any cost. നമുക്ക് പറയാം at any cost I'll do that. എന്ത് വില കൊടുത്തും ഞാനത് ചെയ്തിരിക്കും. ഞാൻ സംസാരിക്കട്ടെ. Let me speak. Let me speak. ഇന്ന് വളരെ തണുപ്പാണ്. Today is very cold. Today is very cold. എന്താണ് നിങ്ങൾക്ക് അറിയോ? You know what? You know what? ഇല്ല, ഒരിക്കലുമില്ല. No, not at all. No, not at all. ഒരിക്കല്. Once upon a time. Once upon a time. അവിടെയുണ്ടോ? Are you there? Are you there? ജോലിയിലേക്ക് മടങ്ങുക. Go back to work. Go back to work. ഇതൊരു അഡ്വൈസ് ആണ്. ഓരോ ദിവസവും പുതിയതെന്തെങ്കിലും പഠിക്കുക. Learn something new every day. Learn something new every day. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കും. I'll try my best. I'll try my best. വളരെ വൈകി. It's too late. It's too late. നിങ്ങളുടെ സമയം പാഴാക്കരുത്. Don't waste your time. Don't waste your time. ഞാൻ കേൾക്കാൻ സങ്കടപ്പെടുന്നു.
അല്ലെങ്കിൽ നമ്മൾ പറയാറില്ലേ കേട്ടേൽ വളരെയധികം സങ്കടമുണ്ട്. ഐ എം സാഡ് ടു ഹിയർ. ഐ എം സാഡ് ടു ഹിയർ. ദയവായി ഇത് വേഗത്തിൽ ചെയ്യുക. Please do it quickly. Please do it quickly. അവളോട് ക്ഷമ ചോദിക്കുക. Apologize to her. Apologize to her. ഇനി അവനോട് ക്ഷമ ചോദിക്കുക ചോദിക്കണമെങ്കിൽ we can say apologize to him. സമയം എന്തായി? What time is it? What time is it? നീ എന്താണ് പറഞ്ഞത്? What did you say? What did you say? എനിക്കൊരു ഉപകാരം ചെയ്യൂ. Do me a favor. Do me a favor. ദയവായി അത് കാര്യമാക്കരുത്. Please don't mind. Please don't mind. ഇംഗ്ലീഷ് നന്നായി അറിയേണ്ടവരും നേറ്റീവ് സ്പീക്കേഴ്സും ഒക്കെ ഈ പ്ലീസ് ഡോണ്ട് മൈൻഡ് കുറേ കൂടുതൽ അവരെ സെൻറ്റൻസസിൽ യൂസ് ചെയ്യാറുണ്ട്. സപ്പോസ് ഒരു കാര്യം അവർക്ക് വേണം. ഫോർ എക്സാമ്പിൾ ക്യാൻ യു ഗിവ് മീ എ പെന്ന് ചോദിച്ചിട്ട് അവർ പറയും പ്ലീസ് ഡോണ്ട് മൈൻഡ്. എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് അവർ പറഞ്ഞതിന് ശേഷം അവരതിൻ്റെ അവസാനമായിട്ട് പറയും പ്ലീസ് ഡോണ്ട് മൈൻഡ്. അല്ലെങ്കിൽ അതിൻ്റെ മുന്നേയും അവർക്ക് പറയാം പ്ലീസ് ഡോണ്ട് മൈൻഡ്, ക്യാൻ യു ഗിവ് മീ എ പെൻ, എനിക്കൊരു പെന്ന് തരാമോ, അത് കാര്യമാക്കരുത്. അതുപോലെ തന്നെ റിക്വസ്റ്റ് ഒക്കെ പറയുമ്പം വേറെ ഒരു സെൻറ്റൻസ് അവർ യൂസ് ചെയ്യാറുണ്ട്. ദാറ്റ് ഈസ് നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ചതിൽ ക്ഷമിക്കണം. അതിൻ്റെ ഇംഗ്ലീഷാണ് സോറി ടു ബോദർ യു. സോറി to bother you. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. Sorry to bother you. Can you give me a pen? അല്ലെങ്കിൽ ഇതിൻ്റെ മുന്നേ പറയാം Can you give me a pen? Sorry to bother you. Sorry to bother you അല്ലെങ്കിൽ പ്ലീസ് ഡോണ്ട് മൈൻഡ് ഇതൊക്കെ പൊലൈറ്റ് വേ ഓഫ് ആസ്കിങ് എ റിക്വസ്റ്റ് ആണ്. ഒരു റിക്വസ്റ്റ് അവർ ചോദിക്കും, ഒരു കാര്യം നമ്മളോട് ചെയ്യാൻ പറയും, അതിൻ്റെ മുന്നിലോ ബാക്കിലോ ഈ സെൻറ്റൻസസ് ഒക്കെ വെച്ചിട്ട് പൊലൈറ്റ് വേയിൽ അവർ ചോദിക്കും. അപ്പോൾ കേൾക്കേണ്ടവർക്ക് അത് ചെയ്യാതിരിക്കാൻ പറ്റില്ല. കൂടുതലും ഓഫീസുകളിൽ ഇതുപോലത്തെ സെൻറ്റൻസസ് വളരെയധികം കോമൺ ആണ്. നീ പഠിക്കും. You will learn. You will learn. എന്നോട് പിണങ്ങരുത്. Do not mess with me. Do not mess with me. നിങ്ങളെ പരിചയപ്പെട്ടതിൽ സന്തോഷം അല്ലെങ്കിൽ നിങ്ങളെ കണ്ടതിൽ സന്തോഷം. Nice to meet you. Nice to meet you. ഇന്ന് നീ സന്തോഷവതിയാന്ന് തോന്നുന്നു. You look happy. You look happy. സന്തോഷവതിൻ്റെ പകരം സന്തോഷവാനാണെങ്കിലും we are going to use the same English sentence. You look happy. അവൻ ദരിദ്രവാനാണ് പക്ഷേ സന്തോഷവാനാണ്. He is poor but happy. He is poor but happy. നീ എൻ്റെ കൂടെ വരുന്നുണ്ടോ? Are you coming with me? Are you coming with me? എത്രയും പെട്ടെന്ന്. As soon as possible. As soon as possible. അവൻ വഴിയിലാണ്. He is on the way. He is on the way. ഞാൻ ബസ്സിലാണ്. I am in the bus. I am in the bus. ഇനി on the bus പറഞ്ഞാലും തെറ്റൊന്നുമില്ല. I am on the bus എന്ന് പറയാം. പെട്ടി ശ്രദ്ധാപൂർവം തുറക്കുക. Open the box carefully. Open the box carefully.
ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിചാരിക്കുന്നു. സോ പ്ലീസ് ഡു ലൈക്ക്, സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.